ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമുക്കിന്ന് രാവിലെ തന്നെ അല്ല, ഞാൻ കുറച്ച് ലേറ്റായിട്ട് എണീക്കാൻ. അപ്പോൾ എന്തായാലും ശിവന് രാവിലത്തേക്കുള്ള, അതായത് കൊണ്ടുപോകാനുള്ളതൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശിവന് മിക്ക ദിവസങ്ങളും ഇഡ്ഡലി ആയിരിക്കും. ഇന്ന് ദോശയാണ് കൊടുക്കണേ. ഇന്നലെ ഇഡ്ഡലി തന്നെയായിരുന്നു. ഇന്ന് ദോശയാണ് കേട്ടോ കൊടുത്തയക്കണത്. അവൾ കഴിക്കണം എന്താണോ അത് കൊടുത്തയക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ വലിയ ദോശയല്ല, കുട്ടി കുട്ടി ദോശകൾ കേട്ടോ. അപ്പോൾ ഇത് ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്, അതായിട്ടുണ്ട്. ശിവന് ബൂസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് ഓരോ പണികളായിട്ട് നോക്കാം. നമ്മൾ ദോശയ്ക്ക് ഇങ്ങനെ ചെറുതായിട്ട് പരത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് പാല് വെച്ചിട്ടുണ്ട്. അപ്പോൾ ശിവ എണീറ്റിട്ടില്ല, ശിവനെ എണീപ്പിക്കണം, ദോശ കൊടുക്കണം. ഇങ്ങനെ കട്ടൻ ചായ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റി. കണ്ടു ഗൈസ്. അപ്പോൾ ഈ നേരം വൈകിക്കാൻ പറ്റില്ല. എന്നും ഇങ്ങനെ എന്താ പറയുക, തിരക്ക് പിടിച്ചിട്ടുള്ള ഓട്ടങ്ങൾ ഉണ്ടാവാറില്ല. ഇന്നുണ്ടാവുമെന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ എന്തായാലും വേഗം കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. നമ്മൾ ആക്കി കൊടുത്തില്ല കുട്ടി കുട്ടി ദോശകളും കുറച്ച് പഞ്ചസാര അതിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് കുറച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ വേഫറോളും പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് വെച്ചിട്ടുള്ളത് കേട്ടോ, സ്നാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണെന്ന് ശിവുവിന് കൊടുത്തയക്കണത്. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ കഴിഞ്ഞു. ഇനി ശിവുവിനെ കുളിപ്പിക്കണം, റെഡിയാക്കണം, ശിവുവിന് ഫുഡ് കൊടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ശിവുവിൻ്റെ ലഞ്ച് ബോക്സൊക്കെ വയ്ക്കുന്ന ബാഗ്. അപ്പോൾ നമുക്കിതിലേക്ക് ആക്കിയാലോ. അങ്ങനെ നമ്മളെല്ലാം സേഫാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ക്ലോസ് ചെയ്യാം. എല്ലാം ഒരാൾ കാണുന്നു. ആരാണയാ വായിച്ചു കൊടുത്ത? നേരം പരപരാന്ന് പലർന്നു. ആഹാ, എന്താ കോടമഞ്ഞ്. സമയം 8 മണി കഴിഞ്ഞുട്ടാ. ഹായ് ഗൈസ്. അപ്പോൾ ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ. ഭാഗ്യം ഇതൊക്കെ ഒന്ന് ഉണക്കാലോ എന്ന് വിചാരിച്ചതേ. പോണ് 2 തുണികളൊക്കെ കുറച്ച് ഉണക്കാനുണ്ട്, അലക്കാനൊക്കെ ഉണ്ട്. ഷൂ പോയിട്ടാണ്. ഞാൻ ടവൽ എടുത്തിട്ട് വരാം. ഇത് പിടിച്ച് കണ്ടാ, നോക്കിയേ ചേട്ടന്മാര് വണ്ടി ഓടിച്ച് പോണ കണ്ടാ. അങ്ങനെ പോണ്ട നമുക്ക്. എന്നാ കൈ പിടിക്കല്, വണ്ടി വരാറായി. എന്താണ് വാ നമുക്ക് നടക്കാന്ന്. ഈ നാട്ടുവഴിയിൽ കാറ്റ് മോളാണ് പാട്ട്. ചുരുളറിയാത്ത രഹസ്യമാണ് കേട്ടോ ഈ വീട്. ഇതെന്തെങ്ങനെ അയ്യോ, ഒരു പടച്ചില് കഴിഞ്ഞു. വീഡിയോയിൽ ഇവിടെ നിൽക്കണത് കാണിച്ചുള്ളൂ. പിന്നെ ഈ വീടിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വന്നു തുടങ്ങി. ഇവിടെ താമസിച്ചിട്ടുണ്ട്, ഇതറിയണ വീടാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല ശിവു, അല്ലെങ്കിൽ ഇന്ന് മഴയല്ലേ, ഇന്ന് വെയിലത്ത് നിന്നോ. ഇടാ കുട്ടിക്ക് വെയിലുള്ളുണ്ട് കേട്ടോ. സൺ കിസ് ചെയ്തോ ശിവന്? കൂളിംഗ് ഗ്ലാസ് വെക്കണ ശിവ? ശിവൻ്റെ ഗ്ലാസ് വെച്ചുള്ള നടത്തത്തിനെ പറ്റി പറയാനിപ്പോൾ ആൾക്കാർക്ക് സമയമുള്ളൂ. ശിവ എങ്ങനെ നടന്നത് ഗ്ലാസ് വെച്ചിട്ട്? ഫെസ്റ്റിവൽ പോയപ്പോൾ എങ്ങനെ നടന്ന്? വെയിൽ കാരണം നോക്കാൻ പറ്റണില്ലേ കുട്ടിക്ക്. ശിവൻ്റെ വണ്ടി വരണ പോലെ. ശിവ ഫുഡ് മൊത്തം കഴിക്കണം കേട്ടോ. എന്നും എൻ്റെ കുട്ടി കഴിച്ചിട്ടാണ് വരവ്. എന്താണെന്ന് അറിയില്ല. ഗുഡ് ഗേൾ ആവണം കേട്ടോ ശിവ. ഈ ഓടല്ലേ, പേടിയാണ്. ശിവ ഇവിടെ എവിടെ വെള്ളച്ചാട്ടം കണ്ടേ? ഇവിടെ മഴ പെയ്തപ്പോൾ വെള്ളച്ചാട്ടം കണ്ടില്ലേ? ഇതിവിടെ നോക്ക്, ഈ സൈഡിൽ എവിടെയെങ്കിലും. എവിടെയാ? ഇവിടെ അല്ലേ, കാണാനില്ലല്ലോ കുട്ടിക്ക്. അയ്യോ നല്ല വെയിൽ. ഇന്ന് തുണികളൊക്കെ ഉണക്കാം സുഖമായിട്ട്. എന്താടാ, വെയിലായ കാരണമാണോ? അതേ പോണു. ഇങ്ങോട്ട് വാ. ശിവൻ്റെ വണ്ടിയാണ് വരുന്നത്.
ഈ വണ്ടി എന്നും ഞങ്ങളെ പറ്റിക്കും. വണ്ടിയെന്ന് വിചാരിക്കും. നീ വരണ്ടേ? ആ വന്നു. നീ അതല്ലേ ആര് തിരിച്ചു? ആ അതാണോ ചോദിച്ചത് എൻ്റെ അടുത്ത്? ഗൈസ് അങ്ങനെ അതേ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. വെയിൽ വരും തുണികൾ അലക്കാന്നൊക്കെ വിചാരിച്ചിട്ട് നല്ല മഴ കിട്ടി. നമ്മൾ ചെറുപ്പത്തിൽ പറയും ഇങ്ങനെ വെയിലും മഴയും വരുമ്പോൾ കുറുക്കൻ്റെ കല്യാണം ഇല്ലേ കൂട്ടു. വെയിലുണ്ടായിന് ചെറുതായിട്ടല്ലേ ഗായ്സ്. അപ്പം ഞാൻ എന്തൊക്കെ പണികളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ രസം വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മിക്ക വീഡിയോസിലും കാണാം രസം. ഇവിടെ കുട്ടുവിന് രസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് രസം എനിക്കും ഇഷ്ടമാണ്. പിന്നെ എന്തെങ്കിലും ഒരു ഉപ്പേരിയോ പിന്നെ വേറെ എന്തെങ്കിലും വറുത്തത പൊരിച്ചൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മതി. പക്ഷേ എന്തെങ്കിലും വേറൊരു കറി വേണം, ചാറുകറി മാത്രം പോരാ. അപ്പം ഞാൻ സോയാബീൻ എടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അപ്പം അതൊന്ന് വറക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. കുട്ടൂര് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പം അത് കാരണം കൊണ്ട് അത് വറക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. മോരുണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഇഞ്ചിയും പച്ചമുളകും കൂടിയിട്ട് ഇടിച്ചിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും കൂടി ഒരുമിച്ച് ഇടിക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ വേപ്പില ചെറുതായിട്ടൊന്ന് വാടിപ്പോയി. അപ്പോൾ അത് കാരണം കൊണ്ട് പുറത്തുനിന്ന് പൊട്ടിച്ചിട്ടൊക്കെ വേണം. എനിക്ക് നല്ല മടി, അത് കാരണം കൊണ്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എന്തായാലും വെള്ളം കുറച്ച് ചേർക്കണമല്ലോ. അപ്പോൾ ഇതും കുറച്ച് ഉപ്പിട്ടിട്ട് ഇങ്ങനെ കഴിച്ചാണ്ടല്ലോ നല്ല പെടപ്പനാണ് കേട്ടോ. ശിവ പറയണ പോലെ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാൻ കണ്ട കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേ നമ്മുടെ കേട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ചും കൂടി ഒന്ന് ഇതാവാണ്ട് കേട്ടോ. ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിൻ്റെ സ്മെല്ല് എന്നിട്ട് ഒരു കൊതി വരണ വേണം. അപ്പോൾ അതേ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സവോള ഉള്ളി ഒന്നും അരിയാറില്ല കേട്ടോ. അല്ലാണ്ട് ഇത് മതി. ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും കൂടി ഇടിച്ചിട്ട് ഇടുക, ചുരുപ്പിടുക, അത്രേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഈ കേട് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ചുകൂടെ അടിപൊളി, നല്ല എരിവും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ശിവുവിന് മാമൻ കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ച് പേനകളുണ്ട്, കുറച്ച് പേനകൾ അവിടെയാണ്. കുട്ടുവിന് ഇതിപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കേണ്ടത് എന്തിനാണാവോ എന്നാ. ആ നല്ലൊരു ക്ലൈമറ്റ്. കുട്ടുവിന് എന്തുണ്ടാക്കിയെന്നറിയോ? ഞാൻ പറഞ്ഞില്ലേ രസപ്രാന്തനാണ്. എന്താ ചെയ്യുക, രസം സാമ്പാർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ലോണം ചോറുണ്ണും. അപ്പം ഞാനധികം ചോറുണ്ണില്ല. എന്തായാലും പുറത്ത് നല്ല മഴ, തുണികളൊക്കെ കഴുകാനൊക്കെ കിടക്കുന്നുണ്ട്. നല്ല മടി വരിക. വാഷിംഗ് മെഷീനാണ് കഴുകണമെന്നുണ്ടെങ്കിലും ഇവിടെ ശിവൻ്റെ യൂണിഫോം അലക്കാനുണ്ട്. നമ്മുടെ ഒരുത്തം ഭയങ്കര പഠിപ്പിലാണ്. എന്നിട്ടാണോ കാര്യമായിട്ട് എഴുതുന്നുണ്ട്, എന്നിട്ടൊക്കെയാണോ ഈ മഴ വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളുടെ വഴി കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീടിനെ പറ്റി കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. എപ്പോഴും കണ്ടോട്ടെ, എന്തായാലും വീഡിയോ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ കണ്ടോ, കാണാത്തവരുണ്ടാവില്ല, അവരൊക്കെ കണ്ടോലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് കുട്ടി കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ. എനിക്കറിയാം എന്തിട്ട് എഴുതുന്നുണ്ടാവുകയെന്ന്, അങ്ങനെ ഞാൻ ചോദിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മളിത് വീണ്ടും വീട്ടിലേക്ക് കയറാണ് ഗൈസ്. ഫുഡ് കഴിക്കാം. കവിത എഴുതി കഴിഞ്ഞാ? ഏത് നിന്റെ കവിതയാ? നോക്കട്ടെ. എന്താ ചെയ്യാ, ശിവനേക്കാളും കഷ്ടമാണ് കേട്ടോ അവിടെ. എഴുതി കഴിഞ്ഞൊന്ന് പാടിക്കൊടുക്കണം കേട്ടോ. പിന്നെ ഞാൻ പാടാം ഗൈസ്. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ശിവൻ എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ കുളിച്ചു, തലയിൽ നല്ല എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളക്കി കളഞ്ഞ് കുളിച്ച് വൃത്തിയായി. അപ്പം ഇനി ശിവൻ എടുക്കാൻ പോവാം. ബാ. നല്ല ഉറക്കുറങ്ങിട്ടോ. എന്തൊരു ഉറക്കുറങ്ങിയെന്നറിയോ. അലക്കണം തിരുമ്പണം എന്തൊക്കെ വിചാരിച്ചെന്നറിയോ, ഒന്നും ചെയ്തില്ല. നല്ല ഉറക്കുറങ്ങി. ഉറക്കം ശരിയാവേണ്ടേ. നല്ല വെയിലുണ്ട്, എന്നിട്ട് ഞാൻ അലക്കി.
പോവാം ഗൈസ്. ഇപ്പം ഞങ്ങളിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയോ? കാണിച്ചു തരാം. ഞങ്ങളിപ്പോൾ വഴിയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എത്ര ഉള്ള ശിവൻ്റെ വണ്ടി വരാൻ സമയമാണല്ലോ. അപ്പോൾ കൈയൊന്ന് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴേ ഈ സാധനമല്ലേ കമ്മ്യൂണിസ്റ്റ് പച്ച, ഇതിങ്ങനെ നന്നായിട്ട് ഉരച്ചിട്ട് ഈ ചാറ് പോലെ ആക്കിയിട്ട് കയ്യുമ്പോൾ ഇങ്ങനെ പരട്ട്. കൈ നോക്കിയാൽ പരട്ടോ. നിൽക്കട്ടെ ഇനി അതെന്താ ചെയ്യാ? നടക്കട്ടെ. കയ്യും ഇങ്ങനെ തേച്ച് തന്നുണ്ട്. ചെറിയ ചുട്ടുനീറ്റം പോലെ. ശിവ വീണപ്പോഴും തന്നെ ചെയ്തു കൊടുത്ത്. പിന്നെ ഞങ്ങളീ പൊടിഞ്ഞീര അലിയിൽ അതുമ്പോൾ ഞങ്ങൾ ചമ്മന്തി ഉണ്ടാക്കി കളിക്കാറുണ്ട് ചെറുപ്പത്തിൽ. ചമ്മന്തി ഉണ്ടാക്കും. എന്നിട്ട് ഈ ഇല കഴുകിയിട്ട് അതിലിടും. പിന്നെ ഇതുകൊണ്ട് വീടൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു നോസ്റ്റ്. എനിക്കിതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഇത് ഇതിൻ്റെ സ്മെല്ല് കമ്മ്യൂണിസ്റ്റ് പച്ച നല്ല മണം. അയ്യോ കുട്ടികൾ സംസാരിക്കുന്നില്ല വിചാരിക്കും ആൾക്കാരുണ്ടാ. അതിലെൻ്റെ ശിവനെടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാ. ശിവ ഇപ്പം നല്ല കുറുമ്പത്തിയാണ് കേട്ടോ. എല്ലാവരും സംസാരത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. സെയിം കാര്യം തന്നെ ടീച്ചർ ക്ലാസ്സിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവും താരും കൂടിയിട്ട് ഒരുമിച്ചാണ് ഇരിക്കണത്. പിന്നെ അൻവിക്കും ഇവർ മൂന്നാളുണ്ടല്ലോ, ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ ശിവും താരും കുറച്ചും കൂടി തിക്ക് ഫ്രണ്ട്സാണ്, ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ. അപ്പോൾ ഒരുമിച്ചിരിക്കുക. അൻവിക്കിനെ മാറ്റിയിരുത്തി. പക്ഷെ ഇവർ രണ്ടാളും ഒട്ടും സമ്മതിക്കുന്നില്ല ടീച്ചർ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ എന്നോട് എന്താ പറയുക പറഞ്ഞു, പിറ്റേ ദിവസം എന്തായാലും മാറ്റിയിരുത്തൂട്ടാന്ന് പറഞ്ഞു. അന്നും മാറ്റിയിരുത്താൻ പറ്റിയില്ല. ടീച്ചറോട് പറഞ്ഞു എങ്ങനെയാണ് മാറ്റിയിരുത്തിയോ എന്നൊക്കെ ചോദിച്ചു ഞാൻ. ടീച്ചർക്ക് ഡിസ്റ്റർബൻസ് ആണെന്നുണ്ടെങ്കിൽ മാറ്റിയിരുത്തിക്കോട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്താണാവോ ലോക കാര്യങ്ങൾ ചർച്ച ചെയ്യണം ഫുള്ള് ക്ലാസ്സിൽ. എന്താണോ ഇതിന് മാത്രം ചർച്ച കുട്ടികൾ. നല്ല സംസാരമാണ്. ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. ജസ്റ്റ് ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ മിണ്ടാണ്ടിരിക്കും. പിന്നെ വീണ്ടും തുടങ്ങും. മിണ്ടാണ്ടിരിക്കാൻ ഒന്ന് പറഞ്ഞാൽ മിണ്ടാണ്ടിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുന്നു സംസാരം. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അല്ല ഞങ്ങൾക്ക് അവർ ഒരുമിച്ചിരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഞങ്ങൾക്ക് പാരൻസിന് ഇഷ്ടം. നമുക്ക് വേറെ. അപ്പോൾ എന്തായാലും സാരില്ലേ. പക്ഷേ അവർ ടീച്ചർക്ക് ഡിസ്റ്റർബൻസ് ആവണമെന്നുണ്ടെങ്കിൽ മാറ്റിയിരുത്താണ് നല്ലത്. കാരണം ടീച്ചർക്കും കുട്ടികൾക്ക് ക്ലാസ് എടുക്കാണ്ട്. പക്ഷേ ഇവർ ഭയങ്കര ചർച്ചയാണ്, ഭയങ്കര സംസാരമാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണ്ടേ ഇവർക്ക്? അല്ലെങ്കിൽ ഇവർക്ക് രണ്ടാൾക്കും നല്ല വർത്താനമാണ് കേട്ടോ. കുട്ടികളല്ലേ, അവർക്കിങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്തായാലും ഇപ്പോൾ വരും. അതാണ് വഴിയെത്തി. ഗൈസ് പെട്ടെന്നാണ് മഴക്കോട് കണ്ടേട്ടാ. ഞങ്ങളാണെങ്കിൽ ഇന്ന് കോട എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബിന്ദുവിനെ കോട എടുക്കാൻ വിട്ടുട്ടോ. എന്ത് കോട എടുത്തിട്ടാണ് വരുന്നത്. പെയ്യില്ലേ? ശിവ അമ്മ മഴ കൊണ്ടുടാ പിടിക്കേ. സുത്രം നമ്മൾ കൂടെ ഇവിടെ സേഫാക്കി വെച്ചു. ഇനി ശിവു നോക്കാം. ശിവു എന്താ ശിവുന്ന് വെയിലുണ്ടായിരുന്നു, കളിക്കാൻ പോയാ? അറിയും. നമുക്കിനി ലഞ്ച് ബോക്സ് ഓപ്പൺ ചെയ്യാം. അതിന് മുമ്പ് ശിവുവിൻ്റെ ചെരുപ്പൊക്കെ ഒന്ന് ഊരിയിട്ടാ. ഒറ്റയ്ക്ക് ഊരിക്കോളാം എന്നാണ് പറയുന്നത്. ഇത് ശിവ ലഞ്ച് ബോക്സ് ഇതാ റെഡിയാ. താരുവിനെ എടുത്തിട്ട് വന്നേ. മാറിപ്പോയി. താരുനുണ്ടോ നീല്? ആ താരുനോട് ഇറക്കിട്ടാണല്ലോ വരാ. അല്ലടാ ഇത് താരുന്റെ. ഞാൻ വിളിച്ചു പറയാം. പോവാ കൊണ്ടു കൊടുത്തിട്ട് വരാം. വാ കാറിൽ കയറ്. അതാണ് ഓർക്കണ്ട. പൂലോ
കണ്ണാടില്ല ബൈമാക്സോ ബാഗ് ഒരുപോലെയാണ് കേട്ടോ, അത് കാരണം കൊണ്ടാണ് മാറിയത്. സാറില്ല ശിവ, ലഞ്ച് ബോക്സ് മാറില്ലേ, ബാഗ് ഇവര് ഒരുമിച്ചാണല്ലോ ഇരിക്കണത്. ബാഗ് അടക്കം മാറിപ്പോയി. മറ്റേ ടോളിന്റെ ഒരു റീല് കണ്ടു ഞാൻ, ഒരാള് ടോള് കൊടുക്കില്ല, അടിപൊളി അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു ആ വീഡിയോ. എന്തോരം പൈസന്ന് അറിയോ ടോളിന് വേണ്ടി പിരിക്കണത്. എന്നിട്ട് റോഡുകളൊക്കെ കണ്ട ഫോൺ അതൊരു സ്കൂളാ ശിവ, ഒരു സ്കൂള് കുട്ടിയല്ലാണ്ട് വല്യമ്മച്ചിണ്ടാവോ? ശിവു എന്റെ അച്ഛൻ എന്താടാ പിന്നെ വട്ടാന്നാ തോന്നണേന്ന്, എനിക്ക് വല്ല കാര്യം മനസ്സിലായി. ശിവ വട്ട ഓടിച്ചിട്ടല്ലോ, പക്ഷെ ശിവന് ടയറുണ്ടല്ലോ. അത് അന്ന് കൊണ്ടുവന്ന് അത് അങ്ങനെ വെച്ചു, പിന്നെ എടുത്തിട്ടില്ലേ. എന്നിട്ട് ഇവൾക്ക് ഉരുട്ടറിയണില്ലേ, ഇതാ ഒരു കുഞ്ഞു കുട്ടി പോണ ശിവന്റെ അത്രയും പോകുന്ന കുട്ടി, വേറൊരു സ്കൂളിലെ കുട്ടി. ആ കുട്ടി എത്തി വീട്ടിൽ, ആ കുട്ടി കഴിക്കും റൊട്ടി. നോക്കണേ ചെളി തെറിപ്പിക്കില്ല, കുട്ടി ചെളി തെറിപ്പിക്കില്ല. ശിവന് കാര്യത്തിലിരിക്കുന്നുണ്ട്. എന്താ മറുപടി പറയാത്തത് നീ? രഞ്ജിത്ത് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടാവല്ലേ? ഐശോ ബ്ലോക്കായ വണ്ടിക്ക് പോലുള്ള ക്യാപ്പൊക്കെ കൂടി ഉണ്ടാവില്ലോ അല്ലേ? യെസ്. ശിവു താരുവിനെ കണ്ടതും ഇറങ്ങി ഓടി ഗൈസ്. താരു ഹാപ്പി ഹാപ്പി താരു. ഇത് നമ്മുടെ ബൈമാക്സ്. ഒന്നും കഴിച്ചിട്ടില്ലടി ഇത്. മാങ്കോ മാങ്കോ കഴിച്ചില്ലേ? കൊറേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അല്ല അതവരങ്ങനെ ആക്കി വെച്ചതായിരിക്കും. പിന്നെ അയ്യമ്മരടച്ചെടുത്തിട്ട് ദോശകളെന്തെങ്കിലും കഴിച്ചില്ലേ പിന്നെ? അപ്പൊ എന്തെങ്കിലും ഒരു സ്റ്റിക്കർ ഇത് മൂടി ഒട്ടിക്കണം. ശിവന് പെട്ടെന്ന് തെറ്റാണ്ടിരിക്കാം അല്ലേ? ഇവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചാ ഫ്രഷ് ആയിട്ടാ. പിന്നെ ഞങ്ങൾ വിചാരിച്ചു പുറത്ത് പോയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങാണ്. അപ്പം നമ്മൾ ഒരു പാടമുണ്ട്, പറപ്പൂര പാടത്ത് സൈഡിൽ ഒരു അമ്മൂമ്മ നല്ല ബജ്ജിയും ഇതൊക്കെ വിൽക്കാൻ വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങണത് കേട്ടോ. ഇനിയിപ്പോൾ കട തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, ഒന്ന് പോയി നോക്കി നോക്കാം. നല്ല ടേസ്റ്റാണ് അവിടുത്തെ ഫുഡ്. പിന്നെ കുട്ടൂനെയും അവരൊക്കെ അമ്മേനെയും എല്ലാവരും അറിയണ അമ്മൂമ്മയാണ്. പോയി നോക്കാം. ശിവു നല്ല വാശിയാണ് കേട്ടോ. ശിവു ഞാനായിട്ട് കുഞ്ഞിതായിട്ട് പിണങ്ങി. അപ്പോൾ ശിവ പറഞ്ഞു അമ്മ ഇങ്ങടിയിൽ പൊക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് കരയണ പോലെ കാട്ടിപ്പോൾ തുടങ്ങിയ കരച്ചിലാണ്. ശിവ അമ്മ കരയട്ടെ? വേണ്ട, അമ്മ കരയില്ല. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആയിട്ട് ഇതിപ്പോൾ ഇറങ്ങി കൊടുക്കും. രണ്ട് മുട്ട ബജി ചമ്മന്തി ശരി. മഴ പെയ്തു കേട്ടോ. നല്ല മഴ പെയ്യുമ്പോൾ നല്ല ചൂട് മുളക് ബജിയും മുട്ട ബജിയും കഴിച്ച് എങ്ങനെ ഇരിക്കും ശിവു? ശിവയുടെ ഗെയിം കളിക്കാനുള്ള തിരക്കില്ല. അപ്പം ഞാനത് കഴിക്കട്ടെ. വീണ്ടും ഒരു മുളക് ബജി പറഞ്ഞോട്ടെ. അതൊക്കെ ഞാൻ തിന്നാവോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. നല്ല ചൂട് മുളക് ബജി കിട്ടും. പാല് ശിവന് പാല് വന്നു. നമ്മൾ പോണ വഴിക്ക് മീൻ കട കണ്ടു. അപ്പോൾ മീൻ മേടിക്കുന്നുണ്ട് കേട്ടോ. മുള്ളനാണ് മേടിക്കണത്. കണ്ടു ഗൈസ്,
ഇപ്പം ഞാൻ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കണ കാരണം കൊണ്ട് നിങ്ങൾക്ക് ക്ലിയർ കുറവുണ്ടാവും. അതിന് മിന്നല് കൊണ്ട് നൂല് കോർത്ത് നെഞ്ചിലണിഞ്ഞവൾ കത്തിയേരിയും സൂര്യനെ പൊട്ടുപോലെ തൊട്ട് നിന്റെ പട്ടുപോലത്തെ വിരല് തൊട്ടാൽ പാറക്കല്ലും പൊട്ടും. മെർലിൻ മാൻറോ നിന്നും മണ്ണിൽ ജനിച്ച അപ്പം മുള്ള കാണിച്ചിട്ടാ. മുള്ളമീൻ ശിവന് വേണം മീൻ. അപ്പം നമ്മൾ മുള്ളനാണെന്ന് മേടിച്ചിട്ടുള്ളത് സൂയിച്ച. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ഇത് കറി. എന്താ അവിടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയട്ടെ. ഉടമ്പുളി ഇട്ട് വച്ച പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഞാനിത് നന്നാക്കാൻ പോണതും കറി വെക്കാൻ പോണതും എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിത് മീൻ കറി ഉണ്ടാക്കി കേട്ടോ. മീൻ കറിയൊക്കെ ഉണ്ടാക്കി, മീൻ വറുത്തു. അങ്ങനെ നമ്മളിത് രാവിലത്തെ കറികളൊക്കെ, രസമുണ്ട്, മോരുണ്ട്, അതൊക്കെ കൂട്ടിയിട്ട് നമ്മളിത് ചോറിനാൻ പോവാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.